എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈയിടെ വിഷുവിന് ഇറങ്ങിയ വിഷുവിനോടനുബന്ധിച്ച് വന്ന ഒരു സിനിമയെക്കുറിച്ച് ആണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം ആണ് എന്നാണ് തോന്നുന്നത്. എന്നാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ വർഷങ്ങൾക്കു ശേഷം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഇട്ടത് പ്രസ് ചെയ്യാനാണ്. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻസും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് വർഷങ്ങൾക്കു ശേഷം? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിനീത് ശ്രീനിവാസൻ ഒരു സിനിമ ചെയ്തിരുന്നു, ഹൃദയം. അതൊരു സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രം തന്നെയായി മാറി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ കഥയുമൊക്കെ ആരെയും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരുന്നു. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഒരു സിനിമ ചെയ്യൂ എന്നൊക്കെ അന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. പക്ഷേ അധികം വർഷങ്ങൾ വേണ്ടി വന്നില്ല. ഇപ്പോൾ ഹൃദയം ഇറങ്ങി കുറച്ച് വർഷങ്ങൾ മാത്രം കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതൊരു തട്ടിക്കൂട്ട് പടമാണെന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കണം. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 2.5-3 മണിക്കൂറിലൊരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നും അല്ല. അത് കളിക്കുന്ന കടിയല്ല. നല്ലൊരു സ്റ്റോറി, പവർഫുൾ സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിലേ സിനിമയാകും. അപ്പോൾ എന്തായാലും ഇതിനകത്ത് അത്തരമൊരു കഥ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ നടന്ന കഥ പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇതൊരു വെറും കഥ മാത്രമല്ല, ചിലപ്പോൾ സംഭവിച്ചതാവാം. ആ ഒരു കൂത്തുപറമ്പ് വേണു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധായകനെ ഒക്കെ ഉള്ളതുപോലെ തന്നെ. അതുമല്ല, ആ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ പശ്ചാത്തലവും മദ്രാസിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അവിടെയൊക്കെ നടക്കുന്ന ആ ഒരു ഇമ്പ്രഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങി തീരുന്നതിന് കുറച്ച് സമയം, ആ ഒരു അവസാനത്തെ മണിക്കൂറിൽ അതുവരെ എല്ലാവരും സ്കോർ ചെയ്ത് പോയി. അവസാനം ഒരു വരവുണ്ട്. നമ്മളെ ഹീറോ കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം തീർക്കൽ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. ഞാനൊക്കെ സ്വയം വഴിവെട്ടി വന്നവനാടാ പട്ടികളി എന്നൊക്കെ പറയുന്നത്. ഞാൻ സ്വയം വഴിവെട്ടി വന്നവനാടാ പട്ടികളി. അതെന്തായാലും നിവിൻ്റെ ശബ്ദം തന്നെ നമുക്ക് കേൾക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുറേ അമർഷവും രോഷവും ഒക്കെ കൂടെ ഒരു കഥാപാത്രമായി നിതിൻ മോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൃത്യമായിട്ട് സംവിധായകനും എഴുത്തുകാരനും ഒക്കെ വിനീത് തന്നെയാണ്. അദ്ദേഹം അതിലൊരു കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്. ഒരു സാരഥിയുടെ രൂപത്തിലാണ് അദ്ദേഹം സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അത് സംവിധായകൻ എന്ന കുപ്പായത്തിനൊപ്പം അദ്ദേഹം അഭിനേതാവ്, ഗായകൻ, സംഗീത സംവിധായകനൊക്കെയാണ്. എന്തുകൊണ്ടും ശ്രീനിവാസൻ്റെ മക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം നല്ല രീതിയിൽ സിനിമാ മേഖലയിൽ അച്ഛനും മക്കളും ഒക്കെയാണ് ഇൻഡസ്ട്രി വാഴുന്നത് എന്നൊക്കെ ഒരു താങ്ങുന്ന ഡയലോഗുകൾ ഒക്കെ പറയുന്നുണ്ട്. അതവർ പരസ്പരം പല അഭിമുഖങ്ങളിലൊക്കെ പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ടെന്ന രീതിയിൽ. എന്തായാലും നിതിൻ മോളി അല്ല, നമ്മുടെ നിവിൻ പോളിക്ക് സന്തോഷിക്കാം. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വലിയൊരു ഗ്യാപ്പ്, അതിലൊരു മാറ്റം വരുത്തി പടം എന്തായാലും നല്ല വിജയം. നിവിൻ പോളി മാത്രമല്ല, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. പ്രണവ് മോഹൻലാലിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു മേക്ക് ഓവറൊക്കെ, കല്യാണി പ്രിയദർശൻ, അച്ചു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, ആസിഫ് അലി, അങ്ങനെ എല്ലാവരും നിവിൻ പോളിയെ പോലെ തന്നെ ഒന്നിനൊന്നും മെച്ചം. വിനീത് തൻ്റെ ആ ഒരു സംവിധാനത്തിനൊപ്പം അഭിനയവും വളരെ ഭംഗിയാക്കി. ഇപ്പോൾ ഓരോരുത്തരായിട്ട് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. ഏതായാലും നിങ്ങൾക്ക് ഒരു എൻ്റർടൈനർ ആയിരിക്കും ഇപ്പം ഈ വർഷങ്ങൾക്ക് ശേഷം. സോറി കേട്ടോ, ബേസിൽ ജോസഫിൻ്റെ നീരജ് മാധവൻ്റെ പേര് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. അതിഗംഭീരം. ഹസനും വിജയനും ഹ്യൂമർ ആയിരുന്നെങ്കിൽ കൂത്തുപറമ്പ് വേണുവും മുരളിയും നമ്മളെ വല്ലാതെ. ഇത്രയായിട്ട് പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും അവരുടെ അഭിനയം മികച്ചതാക്കി മാറ്റി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ ചെയ്യുന്ന തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും
നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻറ്റ്സ് എല്ലായിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ, സി യു.